ജനസേവന രംഗത്ത് സജീവമായിരിക്കെ അപ്രതീക്ഷിതമായി വേർപിരിഞ്ഞ കൊല്ലം കോർപ്പറേഷൻ കൗൺസിലറും വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ബി അജിത് കുമാർ ഇനി 5 പേരിലൂടെ ജീവിക്കും. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കുരീപ്പുഴ തൃക്കടവൂർ കോനവെട്ടത്തെ വീട്ടിൽ ബി അജിത് കുമാർ 5 അവയവങ്ങളാണ് ദാനം ചെയ്തത്. ഒരു വൃക്കയും കരളും കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും വൈകിട്ട് 3:14 റോഡ് മാർഗം പ്രത്യേക ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിൽ എത്തിച്ചത്. വൈകിട്ട് 4:30 കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലും 4:14 വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ച് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് കൈമാറി. ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നീരുമൺകടവ് സ്വദേശിയായ 48-കാരനും രണ്ടാമത്തെ വൃക്ക കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള വർക്കല സ്വദേശിനിയായ 37-കാരിക്കും കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ ചികിത്സയിൽ കഴിയുന്ന കഴക്കൂട്ടം സ്വദേശിയായ 68-കാരനുമാണ് നൽകിയത്. നേത്രപടലങ്ങൾ തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനും കൈമാറി. എനിക്കുള്ള ഒരു അനുഭവം 2015-2020 കാലയളവിലും കൊല്ലം കോർപ്പറേഷൻ കൗൺസിലറായിരുന്നതാണ്. അന്ന് ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ വളരെ കൂടുതൽ അടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ചെറുപ്രായത്തിൽ അജിത്തിന്റെ ചെറുപ്രായത്തിൽ തന്നെ അടുത്ത് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. KSU കോൺഗ്രസ് പ്രവർത്തനത്തിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും സജീവമായി നിന്ന, പ്രത്യേകിച്ച് കൊല്ലം നഗരത്തിന്റെ ആ പ്രദേശത്ത് അഞ്ചാലുമൂട് പ്രദേശത്ത് ഏറ്റവും നല്ലൊരു പ്രഭാഷകനും നല്ലൊരു പ്രാസംഗികനുമായിരുന്നു. ഏത് വേദിക്കും അനുസരിച്ച് പ്രസംഗിക്കാൻ കഴിയും, എന്ത് വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ കഴിയുന്ന, ഏത് വിഷയം അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചാലും അതിനനുസരിച്ച് പ്രസംഗിക്കാൻ കഴിയുന്നൊരു പ്രാസംഗികൻ. അതിലുപരിയായി ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ളത് ധാരാളം പൊതുപ്രവർത്തന രംഗത്തുള്ള പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഒക്കെ കാണാൻ ഈ പ്രായത്തിൽ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു കൗൺസിലർ എങ്ങനെയായിരിക്കണം എന്നുള്ളതല്ല, അദ്ദേഹം കാണിച്ചു കൊടുത്തത് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം, അതാണ് എങ്ങനെ യഥാർത്ഥ ഗാന്ധിയൻ എന്നൊക്കെ നമ്മൾ പലരും സൂചിപ്പിക്കാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ ശ്രീ അജിത്ത് ഒരു ഗാന്ധിയനായിരുന്നു. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സുഖം അനുഭവിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഒരു കുടുംബം പോലും ഇല്ലാതെ, വിവാഹം കഴിക്കാതെ ജീവിതം മുഴുവൻ രാവിലെ 3:30 മണിക്ക് എഴുന്നേക്കുമെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അറിയുന്നത്. 3:30-4 മണിക്കകം എഴുന്നേറ്റ് അമ്പലത്തിൽ പോവുകയും അതിനുശേഷം 6 മണി മുതൽ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുക. രാത്രി 11 മണിക്കും 12 മണിക്കും ആളുകൾ വീട്ടിൽ വന്ന് വിളിച്ചുണർത്താറുണ്ട്. വളരെ ധൈര്യസമയം അധികാര രൂപത്തിലാണ് പലരും വന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. അന്ന് ഈ സംഭവം ഉണ്ടായ ദിവസം രാവിലെ 6 മണിക്ക് പോലും ഫോണിലൂടെ പലരും സംസാരിച്ചിട്ടുണ്ട്. ഒരാൾ സംസാരിച്ചു, അതിനുശേഷം പലരും ഫോൺ ചെയ്തതിനു ശേഷം പിന്നെ വൈകുന്നേരം വരെ ഒരാൾ എടുക്കാഞ്ഞപ്പോഴും ആരും തട്ടിത്തുറന്ന് അകത്ത് നോക്കാനില്ല. അദ്ദേഹത്തിന്റെ സാധാരണ സ്വഭാവം അനുസരിച്ച് ഫോൺ ചിലപ്പോൾ അവിടെ ഇട്ട് കുത്തി വെച്ചിട്ട് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് പോകാറുണ്ട്. അപ്പൊ അങ്ങനെ ആയിരിക്കും എന്നുള്ള ധാരണ പറ്റിയത് കൊണ്ടാണ് നമുക്ക് ഈ അപകടത്തിനൊരു കാഠിന്യം കൂടുതലായി ഈ രോഗത്തിൽ തന്നെയും ഈ സ്ട്രോക്ക് ഉണ്ടായപ്പോഴും ആ സ്ട്രോക്കിന് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയുന്നെങ്കിൽ അല്പമെങ്കിലും പ്രതീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ഇത് മണിക്കൂറുകളോളം ഒരു പരിചരണവും കിട്ടാതെ കടന്നു പോയതുകൊണ്ടാണ് ഇത്രയും വലിയ അപകടം ഉണ്ടായത്. എന്തായാലും ശരി, ഇതുപോലൊരു പൊതുപ്രവർത്തകൻ എല്ലാവർക്കും മാതൃകയായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കും, പൊതുരംഗത്ത് നിൽക്കുന്ന എല്ലാവരും സംബന്ധിച്ച് എങ്ങനെയായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ എന്ന് കാട്ടിക്കൊടുത്ത് ഇന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീ അജിത്തിന്റെ മരണം എന്നത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അജിത്ത് മരണപ്പെട്ടു എന്ന് ഇപ്പോഴും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്തായാലും അജിത്തിന്റെ മരണശേഷം അജിത്തിന്റെ അവയവങ്ങളിലൂടെ 5 ആളുകൾക്ക് വീണ്ടും ജീവൻ കൊടുത്തു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത. അത് അജിത്തിന്റെ കുടുംബക്കാർ, അജിത്തിന്റെ ജ്യേഷ്ഠനും അതുപോലെ സഹോദരിയും ഒക്കെ ചേർന്നെടുത്തൊരു തീരുമാനമാണ്. അത് തീർച്ചയായും പണ്ട് അജിത്ത് ഇത് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ സംസാരത്തിലൂടെ മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നാൽ അവയവദാനം ചെയ്യുന്നതിന് താല്പര്യമുണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സഹോദരിയും അദ്ദേഹത്തിന്റെ സഹോദരനും സഹോദരന്റെ മകളും എല്ലാം കൂടി ചേർന്നാണ് ഈ അവയവദാനം നൽകാൻ തീരുമാനിച്ചത്. അങ്ങനെ പുതുതായി 5 പേർക്ക് അജിത്തിലൂടെ ജീവിക്കാൻ, അജിത്ത് അവരിലൂടെ ജീവിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുക. തീർച്ചയായിട്ടും ഇത് ആർക്കും അനുകരണീയമായ, പെട്ടെന്ന് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല, പക്ഷെ ഇത് അനുകരണീയമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും അജിത്ത് മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. നാളെ രാവിലെ ഉദ്ദേശിക്കുന്നത് രാവിലെ 10 മണിക്ക് ഇവിടുന്ന് എടുക്കും. ആശുപത്രിയിൽ നിന്ന് എടുത്ത് മൃതശരീരം എടുത്തതിനു ശേഷം വിലാപയാത്രയായി കോർപ്പറേഷന്റെ ഓഫീസിൽ കൊണ്ടുവന്ന് അവിടെ ആദരാഞ്ജലി അർപ്പിച്ചതിനു ശേഷം 11 മണിക്ക് ടൗൺ ഹാളിൽ അതിന് മുന്നിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രണാമം അർപ്പിക്കാൻ പൊതുജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഒക്കെ അവിടെ എത്തിച്ചേരാം. അവർക്ക് അവിടെ ഒരു പ്രണാമം അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും. അതിനുശേഷം 12 മണിയോടുകൂടി
കുരീപ്പുഴ ഗവൺമെന്റ് UP സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 3 മണിക്ക് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി 4 മണിക്ക് സംസ്കാര കർമ്മങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവയവദാന തീരുമാനത്തിന് പിന്തുണ നൽകിയ അജിത് കുമാറിന്റെ കുടുംബാംഗങ്ങളോട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആദരവ് അറിയിച്ചു. കഴിഞ്ഞ ജൂലൈ 19 ഞായറാഴ്ച രാവിലെ സ്ട്രോക്ക് സംഭവിച്ചതിനെ തുടർന്ന് കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അജിത് കുമാറിനെ പ്രവേശിപ്പിക്കുകയായിരുന്നു. തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ജൂലൈ 22 ബുധനാഴ്ച രാവിലെ 1 മണിയോടെയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. തുടർന്ന് അജിത് കുമാറിന്റെ കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സന്നദ്ധ അറിയിക്കുകയായിരുന്നു. അവയവദാനത്തിന് ശേഷം അജിത് കുമാറിന്റെ മൃതദേഹം ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. കൊല്ലം കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ എന്നിവർ ആശുപത്രിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ന് കൊല്ലം കോർപ്പറേഷൻ ടൗൺ ഹാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 3 മണിയോടെ കുരുവിപ്പുഴയിലെ വീട്ടിലേക്ക് എത്തിക്കും. 4 മണിക്ക് മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. പരേതരായ ഭാസ്കരപിള്ളയുടെയും ജഗദമ്മയുടെയും മകനാണ് അവിവാഹിതനായ ബി അജിത് കുമാർ. ബി സുരേഷ് കുമാർ, ബി അജിത കുമാരി എന്നിവർ സഹോദരങ്ങളാണ്.